ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പാലക്കാട് സ്പെഷ്യൽ കായച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. കായച്ചാർ വന്നിട്ട് നമ്മൾ പാലക്കാട് ബിരിയാണീൻ്റെ ഒപ്പം വിളമ്പുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കറിക്ക് വേണ്ട പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് ഞാനിവിടെ 2 വഴുതനങ്ങ, പിന്നെ 2 മുരിങ്ങക്കായ, 1 കിലോ കുമ്പളങ്ങ, പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ്. മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കുക. പിന്നെ ഒരു വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. അത് സാമ്പാർ കഷ്ണങ്ങളെക്കാട്ടും കുറച്ച് വലിയ പീസസ് ആക്കി കട്ടാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കൊരു 1/4 കപ്പ് കടലപ്പരിപ്പ് വേണം. പിന്നെ ഒരു അരക്കപ്പോളം തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ കടലപ്പരിപ്പ് എടുക്കുക. ചില വടപ്പരിപ്പ് ഉണ്ടാകും, അതെടുക്കരുത്, അത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് ഒന്ന് കഴുകിയെടുക്കുക. ഒരു 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വലിയ തക്കാളി ആണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഒരു 5-6 ചുവന്നുള്ളി ചതച്ചതും, ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 5 പച്ചമുളക്, ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ മട്ടൻ്റെ പീസസാണ് എടുത്തിട്ടുള്ളത്. എല്ലും പിന്നെ കൊഴുപ്പ് ചേർന്ന പീസസ് ഞാൻ മട്ടൻ വാങ്ങിയപ്പോൾ ഒരു 4-5 പീസ് എടുത്ത് മാറ്റി വെച്ചതായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്കൊരു 1/4 കിലോ അളവിൽ മട്ടന് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് എല്ലാം കൂടി ഒന്ന് നമുക്ക് പ്രഷർ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് പരിപ്പല്ല, നമുക്കിത് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ട് പരിപ്പ് മുങ്ങണത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു വലിയ കുക്കറാകുമ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു 5 വിസിൽ, ചെറുതാണെങ്കിൽ ഒരു 3 വിസിൽ വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി മാങ്ങയുടെ പുളിപ്പ് അനുസരിച്ച് നമുക്ക് വാളൻപുളിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി ചൂടായ പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണ് ഉലുവ, പിന്നെ 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരണം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലോണം ബ്രൗൺ നിറമാവണ വരെ വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതിയാകും. ഇതൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചതച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചെറിയുള്ളിയുടെ പച്ചമണം പോണവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി മിക്സിയിൽ ചതക്കുന്നതിനെക്കാട്ടി നമ്മൾ ഇടികല്ലിലോ അല്ലെങ്കിൽ അമ്മിയിലോ ഒന്ന് ചതച്ച് റഫായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാകും. അങ്ങനെ ചേർക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് വഴന്ന് ഇതിൻ്റെ നിറം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതും അതുപോലെ തന്നെ ഇത്ര നമ്മൾ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. റഫായിട്ടൊന്ന് ചതച്ചെടുത്ത് ചേർക്കുന്നതായിരിക്കും കറിക്ക് എപ്പോഴും നന്നായിട്ടുണ്ടാവുക. ഇനി ഇതൊന്ന് വഴന്ന് പച്ചമണം പോയ ശേഷം നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണെങ്കിൽ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക. 1-2 ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തക്കാളി ഒന്ന് 2 മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും മുളക് പൊടി 1 ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചിലർ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും. ഞാൻ പൊതുവേ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം പോയി നന്നായിട്ട് മസാല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പച്ചക്കറികളിൽ ഒരു ചെറിയൊരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതെല്ലാം പോയിട്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ മസാല എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ നന്നായിട്ട് ഈ മസാലയിൽ ഒന്ന് പച്ചക്കറി നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കറിയിൽ ഈ പച്ചക്കറിയുള്ള വെള്ളമെല്ലാം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ കണ്ടപ്പോൾ പച്ചക്കറിയുള്ള വെള്ളമെല്ലാം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കറി വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് വേവിക്കരുത്. പച്ചക്കറി മുങ്ങണ അളവിൽ അത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ പച്ചക്കറി ഒരു മുക്കാലും വെന്തിട്ടുണ്ടാകും. ഇപ്പോൾ മുക്കാൽ പച്ചക്കറിയും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ പുളിയുടെ പച്ചമണമെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. തോരപ്പരിപ്പ് നന്നായിട്ട് വേവും വേണം. അതുപോലെ കടലപ്പരിപ്പ് അധികം വെന്ത് കുഴയാൻ പാടില്ല. ചെറുതായിട്ട് നമുക്കിങ്ങനെ കടിക്കാൻ കാണണം, വിസിബിളായി കാണും കടലപ്പരിപ്പ്. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ തരിതരിപ്പോടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിതരിപ്പ് വേണം തേങ്ങയ്ക്ക്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ കായച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബിരിയാണിക്ക് മാത്രമല്ല കേട്ടോ, നെയ്ച്ചോറിനും ചോറിനും വെറും ചോറിനും ഇഡ്ഡലി ദോശയ്ക്കെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.